Volkswagen Polo, haters ഇല്ലാത്ത the one and only hot hatch. ആക്ച്വലി പോളോ ഒരു ഹോട്ട് ഹാച്ച് ആണോ, അല്ലെങ്കിൽ നമ്മൾ എന്തുസിയാസ്റ്റ് എല്ലാം കൂടി ഹോട്ട് ഹാച്ച് ആക്കിയതാണോ? അധികം ഫേസ് ലിഫ്റ്റ് ഇല്ലാതെ അധികം ഫീച്ചേഴ്സ് ഇല്ലാതെ വന്നൊരു കാറാണ് പോളോ. അതായത് 2009-10 ടൈമിൽ എങ്ങനെയാണോ പോളോ ഇറങ്ങിയത്, അതേപോലെ തന്നെയാണ് 2022 ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോഴും അധികം ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാര്യമായിട്ട് എന്ന് പറയുമ്പോൾ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ബമ്പേഴ്സിൽ ചെറിയ വ്യത്യാസം, ഗ്രിൽസിൽ വ്യത്യാസം വന്നു, അങ്ങനെ ചെറിയ ചെറിയ ഫേസ് ലിഫ്റ്റ് അല്ലാതെ വേറെ മേജറായിട്ടുള്ള ഡിസൈൻ ചേഞ്ചോ അങ്ങനെ ഒന്നും നമ്മുടെ ഈ പോളോയിൽ വന്നിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പോളോനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നത്, ഒരുപാട് പേരുടെ ഹൃദയം എങ്ങനെ കീഴടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് ഡൊമിനിക് ആൻഡ് യു ആർ വാച്ചിങ് കാർ സ്റ്റോറി ബൈ ഡൊമിനിക്. നമ്മൾ ഈ ഫോക്സ്വാഗന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഭയങ്കര റിച്ച് ഹിസ്റ്ററി ഉള്ള ഒരു ബ്രാൻഡാണ് ഫോക്സ്വാഗൻ എന്ന് പറയുമ്പോൾ. ഈ ഫോക്സ്വാഗൻ മെയിൻലി ഫേമസ് ആയത് അവരുടെ ജർമ്മൻ എഞ്ചിനീയറിംഗ്, അവരുടെ ഡ്രൈവ് ഡൈനാമിക്സ്, അവരുടെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, ഇതോടെ കൂടിയാണ് നമ്മുടെ ഈ ഫോക്സ്വാഗൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫേമസ് ആവാനുള്ള കാരണം. 1937 ഈ ഫോക്സ്വാഗൻ എന്നുള്ള ബ്രാൻഡ് രൂപം കൊണ്ടത്. അതിൽ മെയിനായിട്ട് നാസി ജർമ്മനിയുടെ കീഴിലാണ് ഫോക്സ്വാഗൻ ബ്രാൻഡ് നമ്മൾ തുടങ്ങിയത്. അത് ഫോക്സ്വാഗൻ എന്ന് പറയുന്നത് തന്നെ പീപ്പിൾസ് കാർ എന്നാണ് അർത്ഥം. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു കാർ. അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഫെസ്റ്റ് കാർ പുറത്തു വന്നത്, ഈ ഫോക്സ്വാഗൻ ബീറ്റിൽ. ഈ ബീറ്റിലും അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരു കാർ തന്നെയാണ്, ഒരു ചെറിയൊരു കുഞ്ഞൻ വണ്ടി. അതിലാണ് നമ്മുടെ ഫോക്സ്വാഗൻ മെയിനായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയത്. അതിന് വേൾഡ് വാർ 2 എന്ന് പറയുമ്പോൾ വേൾഡ് വാറിന് മുന്നുള്ള കാലമാണ്. 1937 വേൾഡ് വാർ 2 തുടങ്ങിയ ടൈമിൽ നമ്മുടെ ജർമ്മനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കേടില്ലാതെ ബോംബൊക്കെ വീണു, ഫാക്ടറി ഒക്കെ ഫുള്ളായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടീഷുകാരാണ് ഈ ജർമ്മൻ കമ്പനിയായ നമ്മുടെ ഫോക്സ്വാഗൻ ഏറ്റെടുത്ത് നടക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് ഈ ഫോക്സ്വാഗൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആ ടൈമിൽ ജർമ്മൻ ഇൻഡസ്ട്രിയൽ റിക്കവറിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു എന്താ പറയുക ഒരു ബ്രാൻഡും കൂടിയാണ് ഫോക്സ്വാഗൻ എന്ന് പറയുമ്പോൾ. ഒരുപാടധികം കാർ എക്സ്പോർട്ട് ചെയ്യലും നമ്മുടെ ജർമ്മനിൽ തന്നെ ഒരുപാടധികം കാർ വിറ്റഴിച്ചും ചെയ്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാർ ബ്രാൻഡ് തന്നെയായിരുന്നു നമ്മുടെ ഫോക്സ്വാഗൻ. 1950s ഇതൊക്കെ ആയിരുന്നു കഥയെങ്കിൽ 1960s ആയിപ്പോൾ നമ്മുടെ ഫോക്സ്വാഗൻ ബ്രാൻഡ് എന്നുള്ളൊരു ഫോക്സ്വാഗൻ ഗ്രൂപ്പായി മാറി. ബൈ അക്വയറിങ് ഓഡി പോലത്തെ ബ്രാൻഡ്സ് അക്വയർ ചെയ്ത് അത് നമ്മുടെ മോഡേൺ ഇറക്കി വന്നപ്പോൾ, അതായത് 90s വന്നപ്പോൾ അവർ നമ്മുടെ ലംബോർഗിനി, ബെൻറ്റ്ലി, ബുഗാട്ടി, ദുഗാട്ടി ഇതൊക്കെ നമ്മളെ ഫോക്സ്വാഗൻ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള വിഷൻ കാരണമാണ് ഇവരിതൊക്കെ അക്വയർ ചെയ്തേക്കുന്നത്. ഒരിക്കലും ഇവർക്ക് ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കണം എന്നുള്ളൊരു കാരണം കൊണ്ടല്ല, ബട്ട് ഇവരുടെ ടെക്നോളജി ലോകത്തിന് മുന്നിൽ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇവർ അക്വയർ ചെയ്ത കമ്പനീസാണ് ഈ ലംബോ, ഈ ബെൻറ്റ്ലി, ഈ ബുഗാട്ടി എന്നുള്ളതൊക്കെ. നമ്മൾ ഈ കാറിൻ്റെ ഉള്ളിൽ എന്താ കയറിയത് വെച്ചാൽ പുറമെ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ട്. അപ്പോൾ പറയുന്നത് ഒന്നും കേൾക്കാനില്ല, വോയിസ് ക്യാപ്ചർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ മോഡേൺ ഏരിയയിൽ നമ്മുടെ ഫോക്സ്വാഗൻ അക്വയർ ചെയ്ത ബ്രാൻഡ്സിനെ കുറിച്ചാണ്. ഈ ലംബോർഗിനി, ബുഗാട്ടി, നമ്മുടെ ബെൻറ്റ്ലി ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത്, ലംബോർഗിനി ഫോക്കസ് ചെയ്ത് നമ്മുടെ റിച്ചർ എന്നല്ല അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള പെർഫോമൻസ് ആഗ്രഹിക്കുന്ന, സ്പീഡ് ആഗ്രഹിക്കുന്ന ഇത്തിരി വിഭാഗങ്ങളെയാണ്. ആൻഡ് നമ്മുടെ ബെൻറ്റ്ലിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ നല്ല പെർഫോമൻസും നല്ല ലക്ഷറി ആഗ്രഹിക്കുന്ന ഇത്തിരി കാറ്റഗറീസ് ആണ്. ആൻഡ് നമ്മുടെ ബുഗാട്ടി നോക്കുകയാണെന്ന് വെച്ചാൽ റിച്ചസ്റ്റ് ഓഫ് റിച്ചസ്റ്റ്, അതായത് നമ്മുടെ പൈസ കൊണ്ട് അമ്മാനമാടുന്ന, പൈസ ഒരു വിഷയമല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. പെർഫോമൻസ് വേണം, സ്പീഡ് വേണം, ലക്ഷറി വേണം, അങ്ങനെ എല്ലാം കൂടി ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു മെഷീനാണ് ബുഗാട്ടി. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ബുഗാട്ടി 2005 വന്നപ്പോൾ തന്നെ ഒരു വിസ്മയമായിരുന്നു. ഇത്രയ്ക്ക് സ്പീഡ്, ഒരു 400 km/h സ്പീഡിൽ ഓടുന്ന ഒരു കാർ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഈ ഫോക്സ്വാഗൻ ബുഗാട്ടി ഉണ്ടാക്കിയത് ഒരിക്കലും ഒരു ലാഭത്തിന് വേണ്ടിയല്ല. ഈ ഫോക്സ്വാഗൻ ഇതൊക്കെ കഴിയും, ഞങ്ങളുടെ ഇങ്ങനത്തെ ടെക്നോളജി ഉണ്ട്, ഒരു W16 എൻജിൻ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത്
പുതിയതായി ഉണ്ടാക്കി, അതായത് ഞങ്ങളോണ്ട് ഇതൊക്കെ കഴിയും എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഫോക്സ് ബുഗാട്ടി എന്നൊരു പറഞ്ഞ ഒരു കാർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഓൺ ചെയ്തത്. അതിൽ അവർ ഭയങ്കരമായിട്ട് സക്സീഡ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം വിഷൻ, എന്തുമാത്രം ഫോക്കസ്ഡ് ആണ് നമ്മുടെ ഫോക്സ് വാഗൻ എന്നുള്ള ബ്രാൻഡ്. ഇത്രയ്ക്കും റിച്ച് ഹിസ്റ്ററി ഉള്ള ഒരു ബ്രാൻഡിൽ നിന്ന്, അതൊരു ഫോക്സ് വാഗൻ ഗ്രൂപ്പിൽ നിന്ന് ജനനം കൊണ്ടൊരു വണ്ടിയാണ് പോളോ. അപ്പൊ തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ പോളോക്ക് ഇത്രയധികം ഫാൻ ബേസ് അല്ലെങ്കിൽ ഇത്രയധികം ആരാധന ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈസ് പോളോ എ ഹോട്ട് ഹാച്ച്? ശരിക്കും പോളോ ഒരു ഹോട്ട് ഹാച്ച് ആണോ? ആക്ച്വലി എന്താണ് ഹോട്ട് ഹാച്ച് എന്ന് വെച്ചാൽ, നമ്മുടെ ഹാച്ച് ബാക്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് വേർഷൻസ് ഇറക്കും. അത്രയും നല്ല 2 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിനൊക്കെ വെച്ചിട്ട് വരുന്ന അങ്ങനത്തെ പെർഫോമൻസ് ഹാച്ച് ബാക്കിനെയാണ് നമ്മൾ ഹോട്ട് ഹാച്ച് എന്ന് പറയാം. നമുക്ക് ഈ ഹോട്ട് ഹാച്ച് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ സിവിക് ടൈപ്പ് ആർ എന്ന് പറഞ്ഞ 2 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻ വരുന്നൊരു വേരിയന്റ് ആണ്. അപ്പൊ അതിനെ നമുക്കൊരു ഹോട്ട് ഹാച്ച് എന്ന് പറയാം. അതുപോലെ നമ്മുടെ പോളോയുടെ ഗ്രൂപ്പിൽ നോക്കുകയാണെന്ന് വെച്ചാൽ പോളോ GTI, ഗോൾഫ് GTI, ഇതൊക്കെ ഒരു ഹോട്ട് ഹാച്ച് എന്ന് നമുക്ക് പറയാം. ബട്ട് നമ്മുടെ സാധാ പോളോ അല്ലെങ്കിൽ ഒരു പോളോ GT TSI അല്ലെങ്കിൽ GT TDI ഒക്കെ വരുന്നത് ഒരു വോം ഹാച്ച് കാറ്റഗറിയിലാണ്. എനിക്ക് തോന്നുന്നു TSI GT വരുന്നത് 1.6 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിനാണ്. എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് വെഹിക്കിൾ തന്നെയാണ്. ബട്ട് ഒരിക്കലും അത് ഹോട്ട് ഹാച്ച് എത്തിയിട്ടില്ല. ഒരു വോം ഹാച്ചിൽ തന്നെയാണ് നമ്മുടെ പോളോ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ 2009 ടൈമിൽ ഇറങ്ങിയ വണ്ടി, ആ ടൈമിൽ ഒരുപാട് ഹാച്ച് ബാക്ക് ഉണ്ടെങ്കിലും പോളോനെ ഹോട്ട് ഹാച്ച് എന്ന് വിളിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ ടൈമിൽ കിട്ടിയ വണ്ടികളൊക്കെ ഏതാ? സുസുക്കിയുടെ സ്വിഫ്റ്റ്, നമുക്ക് ഹ്യൂണ്ടായി i10, ഹ്യൂണ്ടായി i20, ഇതൊക്കെയാണ് നമുക്ക് ആ ടൈമിൽ കിട്ടിയത്. ആ ഒരു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി പോളോ ഒരു ഹോട്ട് ഹാച്ച് തന്നെയായിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു സുസുക്കി ഒക്കെ 1 ലിറ്റർ വരുമ്പോൾ നമ്മുടെ പോളോ വന്നത് 1 ലിറ്റർ MP എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നു, 1.2 ലിറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ആൻഡ് ടർബോ ചാർജർ TSI എഞ്ചിനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരു ഹാച്ച് ബാക്ക്, എന്താണ് പോളോ എന്ന് നമുക്ക് കാണിച്ചു തന്നൊരു വണ്ടിയാണ്, എന്താണ് ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്ന് കാണിച്ചു തന്നൊരു വണ്ടിയാണ് നമ്മുടെ പോളോ. നമ്മളൊരു സുസുക്കി സ്വിഫ്റ്റ് ഓടിച്ച് നമ്മളെ പോളോ ഓടിക്കാനിട്ട് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പോളോ ഇത്രയധികം ആരാധകരെ മനം കീഴടക്കുക എന്നുള്ളത്. അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മനസ്സിലാവില്ല. എന്താണ് പോളോ എന്നുള്ളത് പോളോ ഓടിച്ച് തന്നെ മനസ്സിലാക്കണം. ഞാൻ ഒരുപാട് സ്വിഫ്റ്റ് അതുപോലെ വെഹിക്കിൾസ് കുറവ് സ്വിഫ്റ്റ് i20 ഒക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിലും പോളോ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ത്രൂ എന്താ പറയാ, സ്പീഡ് ചെയ്യാനുള്ള ഇതും ആ ഒരു സ്നാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫീൽ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും പോളോ ഓടിക്കുമ്പോൾ. ഓടിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ആക്ച്വലി പോളോനെ ഹോട്ട് ഹാച്ച് ആക്കിയത് പോളോ അല്ല, മറ്റുള്ളൊരു ബ്രാൻഡ്സ് ആണ്. മറ്റുള്ള ബ്രാൻഡ്സിന് ഇത്രയധികം പെർഫോമൻസ് വെഹിക്കിൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പോളോ ആ ഒരു ടൈമിൽ ഹോട്ട് ഹാച്ച് ആയി മാറിയത്. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ പോളോനെ ഹോട്ട് ഹാച്ച് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇന്ത്യക്കാർ വെച്ച് നോക്കുമ്പോൾ പോളോ ഇസ് എ ഹോട്ട് ഹാച്ച്, വോം ഹാച്ച് അല്ല. ഇത്രയധികം പെർഫോമൻസ് തരുന്ന ഒരു ഹാച്ച് ബാക്ക് എന്ന് പറയുമ്പോൾ വേറെ ഇല്ല നമ്മുടെ ഇന്ത്യയിൽ. ഇപ്പോൾ നമ്മുടെ i20 N-Line ഇറങ്ങിയാലും ഈ പോളോ വെച്ച് നോക്കുമ്പോൾ N-Line ഒന്നല്ല. അതാണ് നമ്മുടെ എന്താ പറയാ ജർമ്മൻ എഞ്ചിനീയറിംഗ്. ഈ ജർമ്മൻ ബ്രാൻഡിനോട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാനുള്ള ഒരു മെയിൻ കാരണം നമ്മൾ ഈ പോളോ തന്നെയാണ് കേട്ടോ. പോളോ എന്ന് പറയാനും പറ്റില്ല. അന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഫോക്സ് ഇന്ത്യയിൽ ഇറക്കിയത് പസാട്ടാണ്. പസാട്ട് വലിയ വിജയമൊന്നും ആയില്ല. ബട്ട് പസാട്ട് ഈസ് എന്താ പറയാ റോ മെഷീൻ എന്നൊക്കെ പറയില്ലേ, അതിൽ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്യും. അതിന്റെ പവർ എന്ന് പറഞ്ഞൊരു വേറെ തന്നെയാണ്. ഒരു സെഡാനിൽ വന്നപ്പോ അത്രയധികം പവറുള്ള ഒരു പവർ പാക്ഡ് ആയിട്ട് വന്നൊരു കാർ തന്നെയാണ് നമ്മുടെ പസാട്ട് എന്ന് പറയുമ്പോൾ. ആൻഡ് നമുക്ക് കം ബാക്ക് ടു പോളോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി, എന്തുകൊണ്ടാണ് പോളോനെ ഹോട്ട് ഹാച്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയധികം ഫേസ് ലിഫ്റ്റും ഇത്രയധികം ഫീച്ചേഴ്സ് ഇല്ലാതെ പോളോ ഭയങ്കര ഫാൻ ബേസ് കീഴടക്കിയത്. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളോ ഇസ് ഓൾവേസ് ബി എ പോളോ. പോളോ എന്ന് പറയുമ്പോൾ പോളോ തന്നെയാണ്. അതിന് വേറെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറൊരു വണ്ടി ഇല്ല ഇന്ത്യയിൽ. അത് ഓടിക്കുമ്പോഴുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആയാലും ആ എർഗണോമിക്സ്, നമുക്ക് ആ ഒരു ശരിക്കും ഫൺ ടു ഡ്രൈവ് സാധനം നമുക്ക് കിട്ടും. ആ ഇരുന്ന് ഓടിക്കുമ്പോഴുള്ളതും ആ ഒരു സ്നാപ്പി ആയിട്ടുള്ള പുഷ് ഇനിഷ്യൽ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ആ റോ ആയിട്ട് പോകുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ പോളോനെ ഇത്രയധികം ഫാൻ ബേസ് ഉള്ള ഒരു കാറാക്കി മാറ്റാനുള്ള കാരണം. പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് വരാം, ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 2020 പോളോ 22 പോളോ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയാന്ന് വെച്ചാൽ 2015 വരെ അത്യാവശ്യം നല്ല സെയിൽസിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു വണ്ടി തന്നെയായിരുന്നു പോളോ. ബട്ട് 2015 കഴിഞ്ഞ് ഈ ഒരു റീസൺസ് ഒക്കെ നമുക്ക് ഇതിന് കാരണമാകും. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, അധികം ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ള കാരണമൊക്കെ ഇതിനൊരു മൂലകാരണമായി നിൽക്കുന്നുണ്ട്.
നമ്മൾ മോട്ടോ എന്തൂസിയാസ്റ്റ് വിഭാഗം മാറ്റിവെച്ച മറ്റുള്ളവർ ചിന്തിക്കുന്ന ഫാമിലി കാർ എന്നാണ്. ഒരിക്കലും പോളോ ഒരു ഫാമിലി കാർ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് ബാക്കിൽ അധികം ലെഗ് സ്പേസ് കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ വലിയ ഫീച്ചേഴ്സ് ഇല്ല. ഇവർ നോക്കുമ്പോൾ പോളോ മേടിക്കുന്ന കാശിന് വേറൊരു കോമ്പാക്ട് SUV മേടിക്കാൻ പറ്റും. ഒന്ന് അവർ നോക്കുമ്പോൾ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഇത്തിരി കൂടിയും ക്യാപ്റ്റൻ സീറ്റ് ഒക്കെ ആയിട്ട് കമാൻഡിങ് പൊസിഷനിൽ ഇരുന്ന് നല്ല ഇതായിട്ട് പോവാം. വലിയ ബ്രാൻഡ് വാല്യൂ ഒന്നും ഇല്ലെങ്കിലും അഫോർഡബിൾ ആണ്, പാർട്സിന് വില കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുക അതാണ് ഇത്തിരി കൂടി ബെറ്റർ. അവര് എന്താ പറയാ, അവർക്ക് ഡ്രൈവിങ്ങോ ഒരു ഇതല്ല വേണ്ട, അവർക്കൊരു ഫാമിലി കാർ. അവർക്ക് എന്താ പറയാ, നല്ലൊരു ഫാമിലി കാർ വേണം, അഫോർഡബിൾ ആയിരിക്കണം, റിഫൈൻഡ് ആയിരിക്കണം, അതെല്ലാം പാർട്സിനൊക്കെ വില കുറവായിരിക്കണം. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഫോക്സ് വാഗന്റെ ഡിമാൻഡ് നൈസായിട്ട് കുറഞ്ഞു. നമ്മുടെ ജാപ്പനീസ് ബ്രാൻഡുകളൊക്കെ വീണ്ടും കയറി വന്നു. കൊറിയൻ നമ്മുടെ ഹ്യൂണ്ടായുടെ ക്രെറ്റ ഒക്കെ ആ ടൈമിൽ നല്ല സെയിൽസ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഫീച്ചർ റിച്ച് ആയിട്ട് വന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ MG വന്നപ്പോൾ പിന്നെ കഥകളെ മാറി. ഇത്ര അധികം ഫീച്ചേഴ്സ് ഒരു മിഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 14 lakhs സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിൽ ഇത്ര അധികം ഫീച്ചേഴ്സ് കിട്ടുമോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് MG വന്നപ്പോഴാണ്. അത്രയ്ക്കധികം ഫീച്ചർ റിച്ച് ആയിട്ട് വന്നൊരു കാറാണ് MG. അപ്പോൾ അങ്ങനെ കുറെ കാർസും ബ്രാൻഡ്സും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ പോളോന്റെ ഡിമാൻഡ് നൈസായിട്ട് കുറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ 2022 പോളോ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. അതുമാത്രമല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ ടാക്സേഷൻ പോളിസി ചെറിയൊരു കാരണമാകാം. പിന്നെ പുതിയ ബ്രാൻഡ്സ് ടൈഗൂൺ വന്നു, അപ്പോൾ റീബ്രാൻഡ് ചെയ്യാനുള്ള ഒരു കാരണം കൊണ്ടൊക്കെ നമ്മുടെ പോളോ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് നമ്മളെ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ് പോളോ ഉള്ളപ്പോൾ പോളോയുടെ വില നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും പോളോ വേണം. സോ 2025 സെക്കൻഡ് ക്വാർട്ടർ തേർഡ് ക്വാർട്ടർ ആയിട്ട് നമ്മുടെ പോളോ വീണ്ടും റീലോഞ്ച് ചെയ്യും എന്ന് പറയുന്നുണ്ട്. വേർഷൻ 2.0 എന്നൊക്കെ പറഞ്ഞിട്ട് റീലോഞ്ച് ചെയ്യുന്ന നമ്മുടെ കമ്പനി തന്നെ പറയുന്നുണ്ട്, ഫോക്സ് വാഗൺ ബ്രാൻഡ് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഷസാമണ്ണം പറയുന്ന പോലെ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. എല്ലാ റൂമേഴ്സ് ആണ്, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം. സോ എന്താ പറയാ, ഇതൊക്കെയാണ് പോളോനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരുപാട് ഫേസ് ലിഫ്റ്റ് വന്നിട്ടില്ല, ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടില്ല, ബട്ട് ഒരുപാട് വേരിയൻസ് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പെട്രോൾ എഞ്ചിനിൽ 1 ലിറ്റർ MPI എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നു, 1.2 ലിറ്റർ MPI എഞ്ചിൻ വന്നിട്ടുണ്ട്, 1.2 ലിറ്റർ TSI ടർബോ ചാർജർ വന്നിട്ടുണ്ട്, 1 ലിറ്റർ TSI ടർബോ ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ഡീസൽ എഞ്ചിൻ നോക്കാൻ വെച്ചാൽ 1.2 ആൻഡ് 1.5 ലിറ്റർ TDI എഞ്ചിൻ. പിന്നെ നമുക്ക് GT സീരീസിൽ തന്നെ TSI എഞ്ചിൻ 1.6 TSI എഞ്ചിനും 1.6 ഡീസൽ എഞ്ചിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ GTIയിൽ 2 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടധികം എഞ്ചിനുള്ള വേരിയേഷൻ ഉള്ള, അതായത് ഒരു 1 ലിറ്റർ തൊട്ട് ഒരു 2 ലിറ്റർ വരെയുള്ള എഞ്ചിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പല പല പെർഫോമൻസ് വണ്ടികളും കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പോളോനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഫോക്സ് വാഗൺ ബ്രാൻഡിൻ്റെ എന്താ പറയുക ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അധികം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അതിൻ്റെ വലിച്ചു നീട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അധികം വലിച്ചു നീട്ടിയ ആൾക്കാർ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ഹിസ്റ്ററി പറയാണ്ടിരുന്നത്. എന്നാലും ഇത് അത്യാവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താനുള്ളത്. ഫോക്സ് വാഗൺ ഹിസ്റ്ററി, എന്തുകൊണ്ടാണ് നമ്മുടെ പോളോ ഒരു ഹോട്ട് ഹാച്ച് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ സെയിൽസ് ഡൗൺ ആയതും നമ്മുടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ട് പോളോ ഓണേഴ്സിനും പോളോ ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഫ്യൂച്ചർ ഓണേഴ്സിനോടും താങ്ക് യു പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ ഗ്രേറ്റ്ഫുൾ ഡേ.